രോഗാവസ്ഥയിൽ കഴിയുന്ന പൊന്നുമക്കളെ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭാരപ്പെടുകയും വേണ്ട. കർത്താവിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിനെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോയ മക്കളെല്ലാം നമ്മൾ ഈ കടന്നുപോയ വഴിയിലൂടെ തന്നെയാണ് പോയത്. ഉദാഹരണമായിട്ട് നമുക്ക് വേറെ എവിടേക്കും നോക്കണ്ട. നമുക്ക് ഒന്നാമത് പൗലോസ്ലീഹ പറയുന്നു, ഈ മുള്ളൊന്ന് നീക്കിത്തരാൻ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അതവിടെ ഇരുന്നോട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി എന്ന് കർത്താവ് പൗലോസ്ലീഹയോട് പറഞ്ഞു. രണ്ടാമത് ദാവീദിനെ നമുക്ക് നോക്കാം. ആ സങ്കീർത്തനങ്ങളൊക്കെ എഴുതി നമുക്ക് ഒരു ഭയങ്കര പ്രചോദനം തരുന്നൊരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിന്റെ പുത്രനായ യേശു എന്നാണ് യേശുവിനെ നാം അറിയപ്പെടുന്നത്. അപ്പോൾ ആ ദാവീദ് സങ്കീർത്തനം 119 മുതൽ 83 വരെയുള്ള തിരുവാക്യങ്ങളിൽ പറയാണ്, അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഞാൻ തളർന്നു, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. 82 തിരുവാക്യം പറയാണ്, അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എൻ്റെ കണ്ണു കുഴഞ്ഞു, എപ്പോൾ അങ്ങ് എന്നെ ആശ്വസിപ്പിക്കും എന്ന് ഞാൻ വിലപിക്കുന്നു. പുകഞ്ഞ തോൽക്കുടം പോലെയായി ഞാൻ, എന്നിട്ടും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല. ഈ ദാസൻ എത്ര നാൾ സഹിക്കണം. കണ്ടു, നമ്മുടെ ദാവീദ് ചോദിച്ച വാക്കുകളാണത്. ദാവീദിൻ്റെ അന്ത്യകാലമൊക്കെ ആ കഴിഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തീർത്തും രോഗിയായിട്ട് തളർന്നൊക്കെ കിടന്നുകൊണ്ടാണ് മരിച്ചു പോയത്. എങ്കിൽ പോലും എൻ്റെ പൊന്നുമക്കളെ, കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് രോഗത്തിൽ നിന്ന് ഒരു മോചനം നേടാൻ, പലപ്പോഴും ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും, അസഹനീയമായ രോഗാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ ചെയ്യുന്നൊരു മാർഗമാണ് 1001 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വയ്ക്കും. ഒപ്പം തന്നെ ഹല്ലേലൂയ 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 എന്നും 1001 പ്രാവശ്യം പറയും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ഈശോയോട് ചോദിച്ചിട്ട് എനിക്കത് കിട്ടാതെ വന്നാൽ ഞാൻ ഉടനെ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടാറുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ മക്കള്, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വെളിപാടിൻ്റെ പുസ്തകം ലാസ്റ്റ് ഭാഗത്തിൽ 22 അധ്യായത്തിൽ പറയാണ്, അതിൽ 14 തിരുവാക്യത്തിൽ പറയാണ്, ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കി എന്ന് എന്താണ് ഉദ്ദേശിച്ചത്? അതിൽ നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടതെന്ന് കർത്താവ് പറയുന്നു. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ എന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എന്നാണ് പറയുന്നത്. അതായത് ജപമാലയായിരിക്കാം, അല്ലെങ്കിൽ ബൈബിളായിരിക്കാം, വിശുദ്ധരുടെ രൂപങ്ങളായിരിക്കാം, പരിശുദ്ധമ്മയുടെ രൂപമായിരിക്കാം, ജപമാലയായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ, വിശുദ്ധമായവ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നവർ വിശുദ്ധരാകുമെന്ന്. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അത് വെഞ്ചിരിച്ച് നമ്മൾ അതിൻ്റെ പവിത്രതയോടും പാവനത്തോടും കൂടെ അത് സൂക്ഷിക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇവിടെ പറയാണ്, നായ്ക്കൾ, അതായത് നമ്മൾ കാനാൻകാരി സ്ത്രീയെ നമ്മൾ കണ്ടു. കർത്താവ് എനിക്ക് എൻ്റെ മകന് വയ്യ, എന്നെ സുഖപ്പെടുത്താനും പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല എന്ന്. അപ്പം നായ്ക്കൾ എന്ന് കർത്താവ് ആരെയാണ് വിളിച്ചതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും ഇത് തന്നെ പറയുന്നു, നായ്ക്കളെയും മന്ത്രവാദികളെയൊക്കെ സൂക്ഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറയാണ്, മന്ത്രവാദികൾ, വ്യഭിചാരികൾ, കൊലപാതകികൾ, വിഗ്രഹാരാധകർ, അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ആരാണ് സത്യം? അങ്ങയുടെ വചനമാണല്ലോ സത്യം. ആരാണ് സത്യം? യേശുവാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, കള്ളൻ വരുന്നത് കക്കാനും മോഷ്ടിക്കാനുമാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി നിങ്ങൾക്ക് തരാനും വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, ഈ കപടത ഇതെല്ലാം വെറുത്തുപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, ആ വഴി ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. ഈ വഴിയിലൂടെ കടന്നു പോരുന്ന മക്കളോട് പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാം എന്ന്. വീണ്ടും പറയാണ്,
വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപഢ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കപടതയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ദൈവഭക്തിയുള്ളവരായി നമ്മൾ അഭിനയിക്കുക, എന്നിട്ട് കാപഢ്യമുള്ളവരായിട്ടിരിക്കുക. കർത്താവ് പറയുന്നു അവർ നരകത്തിലേക്കുള്ളവരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഇനിയിപ്പോൾ ചേച്ചി ഒരു 2-3 വചനങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കുട്ടികൾ അത് കാണാതെ പറയണം. കാണാതെ പറഞ്ഞ് അത് നിങ്ങൾ ഒരു 6 മാസം തുടർച്ചയായിട്ട് പറയൂ. നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണോ മാരക രോഗികളായിരിക്കുന്നത് അവർക്ക് സൗഖ്യം കിട്ടാൻ അത് ഉപകരിക്കും. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ പുസ്തകം. എന്നാൽ കർത്താവ് അനുവദിക്കുന്ന ചില രോഗാവസ്ഥകളുണ്ട് കേട്ടോ. അത് സഹിക്കാനുള്ള ശക്തിയും ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ പ്രത്യാശ ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഹല്ലേലൂയ. അതിപ്പോൾ നമ്മൾ വിശുദ്ധരെയൊക്കെ നമ്മൾ അവരുടെ ജീവചരിത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരൊക്കെ ആ വഴിയിലൂടെ കടന്നുപോയവരാണെന്ന്. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം തിരുവാക്യം. വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ സമീപിക്കും. കേട്ടോ? വിളഞ്ഞ ധാന്യക്കറ്റയാണ് നമ്മൾ കൊയ്യുക. അത് യഥാകാലാണ്, ആ കാലത്തിന്റെ പൂർത്തീകരണത്തിലാണ് അത് കൊയ്ത് നമ്മൾ മെതിക്കളത്തിലേക്ക് എത്തുക. അതുപോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ സമീപിക്കുമെന്ന് ഈ വചനം എല്ലാ ദിവസവും പറയുക പ്രാർത്ഥനയുടെ സമയത്ത്. കർത്താവ്, ഈ വാഗ്ദാനത്തിന്റെ അഭിഷേകത്താലും ശക്തിയാലും എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. 2 ഏശയ്യ 38:16. കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല, മരണം അങ്ങയെ സ്തുതിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമുക്ക് ഇതുവരെ കർത്താവ് തന്ന കഠിന വേദന നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്ന മക്കളോട് കർത്താവ് പറയുന്നതാണ് അവന് പാപമോചനം നേടാനുള്ള കഴിവ്. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടും എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനവും പറയുക. ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഏശയ്യ 38:16. ആ വചനം ആവർത്തിച്ച് പറയുക. അടുത്തത് സങ്കീർത്തനം 118:17. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. ഇതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്. രോഗാവസ്ഥയിൽ കഴിയുന്ന അനേകം മക്കൾ ചേച്ചിയെ വിളിക്കുമായിരുന്നേ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ വചനങ്ങൾ പറയും. 2-3 വചനം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളിത് ഡെയിലി ചൊല്ലാൻ പറയും. പിന്നീട് അവരെന്നെ വിളിച്ച് പറയുന്നു, ചേച്ചി ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു. 6 മാസമൊക്കെ അത് പറഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് ഒരു സൗഖ്യ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം അവരെ അനുവദിച്ചിരിക്കുന്നു എന്ന്. പുറപ്പാട് 15:26 പറയണം കേട്ടോ. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ സ്വീകാര്യമായത് പ്രവർത്തിക്കുകയും കൽപ്പന പാലിക്കുകയും ചട്ടങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തിൻ്റെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ മഹാമാരികൾ ഒന്നും തന്നെ ഞാൻ നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പുറപ്പാട് 23:25-26. ഈ വചനം എപ്പോഴും ആവർത്തിച്ച് പറയുക. മലാക്കി 4:2 പറയുക. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. ആ വചനം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇടവിടാതെ ഈ വചനം പറയുമ്പോൾ ആ വചനത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ശിരസ് മുതൽ പാദം വരെ നമ്മെ കഴുകി വിശുദ്ധീകരിക്കും. നമുക്ക് സൗഖ്യം വരാൻ
അത് വലിയ കാരണമായി തീരുകയും ചെയ്യും. ലോകത്തിൻ്റെ മുൻപിലൂടെ, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിലൂടെ ഓടി നടന്നാൽ ദൈവത്തെ കിട്ടുക സാധ്യമല്ല. ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും വേണം, ദൈവത്തെയും വേണം. കിട്ടില്ല മക്കളെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എത്ര മേക്കപ്പ് ചെയ്താലും പോരാ. എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്കിങ്ങനെ ചെയ്യണം, എന്നിട്ട് എനിക്ക് കർത്താവിനെയും വേണം. അത് കിട്ടുക കുറച്ച് ഭാരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം എളിമപ്പെട്ടുകൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കുറേ കുറച്ച് ഒരു എളിയ തലത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ ഭംഗി കുറവൊക്കെ തോന്നിയേക്കാം. സാരമില്ല മക്കളെ, കർത്താവിന് നമ്മൾ സുന്ദരന്മാരും സുന്ദരികളുമാണ്. അപ്പോൾ ദൈവം നമ്മെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയൗസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ആമേൻ.